PS-നെ ഈ ജനൻ ടി വിക്കാർക്ക് മാത്രം അറിയാവുന്ന ആളൊന്നുമല്ലല്ലോ. അതല്ല ഞാൻ പറയട്ടെ. എല്ലാ മാധ്യമങ്ങളും ഇതെല്ലാം കരിയുന്നുണ്ട്. നിങ്ങൾ ഈ ചോദിക്കുന്നത് അസ്ഥാനത്തുള്ള ചോദ്യമാണ്. പറയട്ടെ. VS ഏത് കോണ്ടസ്റ്റിൽ പറഞ്ഞു? നിങ്ങൾ ഇത് പിന്നെ ഏത് കോണ്ടസ്റ്റിലാണ്? മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് VS-ന്റെ അഭിപ്രായമായിട്ടാണോ പറഞ്ഞത്? ശുദ്ധാസംബന്ധാണത്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല VS. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല VS. ഒരു 20 കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ, കേരളം ഒരു മുസ്ലിം രാജ്യമാകും, ഭൂരിപക്ഷമാകും. അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക, മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക, അങ്ങനെ മുസ്ലിം ജനിക്കുക. ആ തരത്തിൽ ഇങ്ങനെ മറ്റ് സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഉള്ളൊരു നീക്കമാണ് ഇവർ നടത്തുന്നത്. നമസ്കാരം. മതപരമായ കാര്യത്തിൽ CPM ഒരിക്കലും അഭിപ്രായം പറയില്ല എന്നായിരുന്നു അവരുടെ നിലപാട് എന്നാണ് A റഹീമിനെ പോലെയുള്ളവർ തള്ളി മറിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ കണ്ട ദൃശ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, വർഷങ്ങൾക്ക് മുമ്പ് VS അച്യുതാനന്ദൻ അന്ന് മുസ്ലിം സമുദായത്തെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രസ്താവനയായിരുന്നു നടത്തിയത്. അതായത് ഏതാണ്ട് ഒരു 20-25 വർഷം കഴിയുമ്പോൾ കേരളം മുസ്ലിം രാജ്യമാക്കാനും അതിനുവേണ്ടി മറ്റ് സമുദായത്തിലുള്ളവരെ മുസ്ലിം ആക്കാനും ഒക്കെ ചിലർ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് എന്ന്, അത്തരത്തിലുള്ള ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് എന്നുമൊക്കെയുള്ള തരത്തിലാണ് അന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്ന VS അച്യുതാനന്ദനെ പോലെയുള്ള ഒരാൾ പറഞ്ഞത്. പക്ഷെ അന്ന് അതൊന്നും വിവാദമായി മാറിയതേയില്ല. പക്ഷെ ഇന്ന് വർഷങ്ങൾ ഇത്രയും പിന്നിട്ടു, ഏതാണ്ട് അതേ രീതിയിൽ തന്നെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ കാണുകയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെയുള്ള അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെയുള്ള പ്ലാനുകൾ ഉണ്ടായിരുന്നു എന്ന് മാധ്യമപ്രവർത്തകരും നമുക്ക് ചുറ്റും നടന്ന ചില സംഭവങ്ങളും ഒക്കെ തന്നെ നമുക്ക് തെളിവായി കാണിച്ചു തന്നു. പിന്നീട് അദ്ദേഹം അന്ന് പറയാത്ത ചില വാക്കുകൾ ഉണ്ടായിരുന്നു. ലവ് ജിഹാദ്, അതുപോലെ തന്നെ നർക്കോ ജിഹാദ്, അങ്ങനെയുള്ള വാക്കുകൾ നമ്മളിപ്പോൾ കേൾക്കുകയും ഒക്കെ ചെയ്തു. അന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞതുപോലെയുള്ള ചില പദ്ധതികൾ ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നുമുള്ള കാര്യങ്ങൾ പിന്നീട് നമുക്ക് ചുറ്റും നടന്ന സംഭവങ്ങൾ തന്നെ തെളിവായി നമുക്ക് കാണിച്ചു തന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.